ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ നമ്മുടെ മിത്രയാണെങ്കിൽ റൂമിലേക്ക് വരുമ്പം ആര്യൻ വളരെ ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ആര്യനാണെങ്കിൽ ചിരിയും വരുന്നുണ്ട്, കരച്ചിലും വരുന്നുണ്ട്. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണ്. തൻ്റെ മിത്ര എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും തന്നെ ഉപേക്ഷിച്ച് ഒരിക്കലും പോകില്ല എന്ന് ആര്യന് ബോധ്യപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ആര്യൻ ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്ന കാണുന്ന മിത്ര പറയും, ആര്യ, 2 ദിവസമായിട്ട് നമ്മൾ രണ്ടുപേരും ആവോളം കരഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ കരയേണ്ട കാര്യമൊന്നുമില്ല. ആര്യൻ എന്താ കരുതിയേ? ആര്യനെയും ഈ ദേവമംഗലവും ഒക്കെ ഉപേക്ഷിച്ച് ഞാൻ ഇവിടുന്ന് കൃഷ്ണമംഗലത്തേക്ക് പോകുമെന്ന് കരുതിയോ എന്ന് ചോദിക്കുക. അത് കേൾക്കുന്ന ആര്യൻ പറയും, ഇന്നലെയും ഇന്നുമായിട്ട് തന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു. ഒരിക്കലും ഞാൻ പറയാൻ പാടില്ലാത്ത പല വാക്കുകളും പറഞ്ഞും പോയി. അതുകൊണ്ട് തൻ്റെ മാനസികാവസ്ഥ എന്താകുമെന്നോർത്ത് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് ആര്യൻ പറയാണ്. എടോ ആര്യ, നമ്മൾ രണ്ടുപേരുവേ ഭാര്യ ഭർത്താക്കന്മാരാ. അതും ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് ഗുരുവായൂരപ്പനായിട്ട് നമ്മളെ ചേർത്ത് പിടിച്ചതാ. അങ്ങനെയുള്ളപ്പം ഒരിക്കലും നമ്മൾ അകലാൻ പോകുന്നില്ല. തന്നെ വിട്ടേ ഞാൻ എങ്ങും പോകാനും പോകുന്നില്ല. മനസ്സിലായോ എന്ന് ചോദിക്കുക. ഈ മിത്ര മരിക്കുവോളം ആര്യൻ്റെ ഭാര്യ തന്നെ ആയിരിക്കും. അപ്പം ആര്യം പറയും, ഇങ്ങനൊന്നും പറയല്ലേ മിത്രേ എന്ന് പറയാൻ കേട്ടോ. നമ്മൾ രണ്ടുപേരും എന്നും ഒരുമിച്ചായിരിക്കുമെന്ന്. അങ്ങനെ തന്നെ ഞാൻ ഒറ്റക്കിട്ട് പോകുന്നു കരുതുന്നുണ്ടോ? ഇനിയിപ്പം എന്നെ സഹിച്ചേ പറ്റൂ. മനസ്സിലായോ ആര്യ എന്ന് മിത്ര ചോദിക്കുക. അത് കേൾക്കുമ്പോൾ നമ്മുടെ ആര്യനും ഒരുപാട് സന്തോഷം വരികയാണ് കേട്ടോ. തൻ്റെ മിത്ര തന്നെ ഉപേക്ഷിച്ച് ഒരിക്കലും പോകില്ല എന്ന് ആര്യന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. എന്തായാലും എൻ്റെ അച്ഛനും അമ്മയും എന്നെ വന്ന് വിളിച്ചല്ലോ, എനിക്കതിലും വലുതായിട്ട് ഒന്നും വേണ്ട ആര്യ എന്ന് മിത്ര വീണ്ടും പറയാം. മിത്രയ്ക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ട് കേട്ടോ. അനന്തനും നന്ദിതയും അവളെ വിളിച്ചത്. അപ്പം ആര്യനിങ്ങനെ ആലോചിച്ചിരിക്കുന്ന കാണുമ്പം മിത്ര പറയും, അത് വിടടോ, ഇനി അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട. നമ്മൾ രണ്ടുപേരും വഴക്കുണ്ടാക്കി, അത് അവിടെ കഴിഞ്ഞു. ഇനിയിപ്പം ആ സംസാരം നമുക്കിടയിൽ വേണ്ട എന്ന് പറയാം. പെട്ടെന്ന് ആര്യം പറയും, അലോക്, അവനോട് എനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ സാധിക്കില്ല മിത്രേ. അനുവിനോട് അവൻ ചെയ്തത് എത്ര വലിയ തെറ്റാ എന്ന് പറയാം. അത് കേൾക്കുന്ന മിത്ര പറയും, വേണ്ട ആര്യ, ഇനി നമുക്കിടയിൽ ആ സംസാരം വേണ്ട. അത് നമ്മുടെ ഉള്ള സമാധാനം കൂടി കളയത്തേ ഉള്ളൂ. ഞാൻ തന്നോട് പറയാതെ അവനെ കാണാൻ പോയത് തെറ്റ് തന്നെയാണ്, എനിക്കത് മനസ്സിലാക്കുന്നുണ്ട്. ഇനിയിപ്പം നമ്മൾ അക്കാര്യം പറഞ്ഞ് കൂടുതൽ കാട് കയറണ്ട. നമുക്ക് രണ്ടുപേർക്കും സംസാരിക്കാൻ നമുക്കിടയിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ട്രാവൽ ഏജൻസി തുടങ്ങണ്ടേ? അങ്ങനെയൊക്കെ മിത്ര വിഷയം മാറ്റി വിടുകയാണ് കേട്ടോ. അപ്പം മിത്രയ്ക്ക് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത കാര്യമായതുകൊണ്ട് തന്നെ ആര്യനും അതിൽ നിന്ന് വഴുതി മാറി അവരുടേതായ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് കേട്ടോ. തൻ്റെ പ്രാക്ടീസും നന്നായിട്ട് ചെയ്യണം, സമയം ഇനി അധികമില്ല എന്നൊക്കെ ആര്യം പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേൾക്കുന്ന മിത്ര ശരി എന്നുള്ള രീതിയിൽ നിൽക്കുക. അങ്ങനെ അവർ രണ്ടുപേരും കൂടി സ്നേഹത്തോടെ ചേർന്നിരിക്കുകയാണ്. ഇപ്പോഴാണ് ആര്യന് സമാധാനമാകുന്നത്. അപ്പോൾ ആര്യം പറയും, താനാണെങ്കിൽ പോകുമെന്ന് കരുതി തന്നെ ഞാൻ പിടിച്ചു നിർത്താനായിട്ട് ശ്രമിച്ചിരുന്നു. തൻ്റെ കൈ ഞാൻ പിടിക്കാൻ നോക്കിയതാ, അപ്പോഴേക്കും എന്നെ മറികടന്ന് താൻ പോയി എന്ന് പറയാം. താനത് കണ്ടതുമില്ല. ഞാൻ കണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കപ്പം വേദനയാണ് തോന്നിയേ. ആര്യൻ എന്നെ അല്പം പോലും മനസ്സിലാക്കിയിട്ടില്ലല്ലോ എന്ന് കരുതി ഞാൻ കൃഷ്ണമംഗലത്തേക്ക് പോകുമെന്ന് വെറുതെയെങ്കിലും ആരും ചിന്തിച്ചല്ലോ. എനിക്ക് അത് സങ്കടമാണ് തന്നത് എന്ന് പറയണം. അത് തന്നെ ഞാൻ വേദനിപ്പിച്ചില്ലേ? അതുകൊണ്ട് തൻ്റെ മാനസികാവസ്ഥ എന്താകുമെന്ന് എനിക്കറിയില്ലല്ലോടോ എന്ന് അപ്പം മിത്രയോട് ആര്യം പറയാണ് കേട്ടോ. അത് കേൾക്കുന്ന ആര്യം പറയും, നമുക്കിടയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഈ മിത്ര എന്നും ആര്യൻ്റെ ഭാര്യയായിരിക്കും. ആര്യൻ്റെ ഒപ്പം ദേവമംഗലത്തുണ്ടാവുകയും ചെയ്യും എന്ന് തീർത്ത് പറയാം. ഇതേ സമയം അനന്തനും നന്ദിതയും വീട്ടിൽ വന്നതിന് ശേഷം ആരോടും മിണ്ടാതെ അവരുടെ റൂമിലേക്ക് കയറി പോവാണ് കേട്ടോ. അച്യുതനും രാജശ്രീയും നല്ല ദേഷ്യത്തിലാണ്. അച്യുതൻ പറയും, അനന്തേട്ടൻ ഇപ്പം അല്ലേലും ദേവമംഗലത്തുകാരോടെ കൂറധികം കൂടിയിട്ടുണ്ട്. ആര്യനിപ്പം വലിയ മഹാനായിട്ടാണ് അനന്തേട്ടൻ കാണുന്നത് എന്ന് പറയാം. അമ്മേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അവൻ അവിടെ പറഞ്ഞ കള്ളക്കഥകളെല്ലാം വിശ്വസിച്ചിട്ട് അനന്തേട്ടൻ ഇപ്പം ആര്യനോട് സ്നേഹം തോന്നിയിരിക്കുക. എനിക്ക് തോന്നുന്നത് അനന്തേട്ടൻ പോലീസ് സ്റ്റേഷനിൽ പോയി എന്ന് പറഞ്ഞതൊക്കെ കള്ളമാണെന്നാ. ആ ആര്യനെയും ഇത്രയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം മരുമകനോടും മകളോടുമുള്ള സ്നേഹം അനന്തേട്ടന് വഴിഞ്ഞൊഴുകുക. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ അലോക് അവൻ നാളെ ജയിലിൽ നിന്ന് വന്നില്ലെങ്കിൽ പിന്നെ ഈ അച്യുതൻ ജീവിച്ചിരിക്കില്ല എന്ന് തീർത്തു പറയാം. അത് കേൾക്കുന്ന ഇന്ദ്രമ്മ പറയും, മോനെ അച്യുത, നീ എന്തൊക്കെയായി പറയുന്നത് എന്ന് ചോദിക്കുക. അതെ അമ്മേ, കേസ് ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് പോകുന്നത്. അനുശ്രീ അവളുടെ മൊഴിയിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ എൻ്റെ മോന് ജയിൽ ശിക്ഷ കിട്ടും. അവൻ അങ്ങനെ ജയിലിൽ കിടക്കുമ്പം പിന്നെ അച്ഛനായ ഞാൻ എന്തിനാ അമ്മയെ ജീവിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കാം. എല്ലാത്തിനും കാരണം ആ ദേവമംഗലത്തുള്ളവരാ. എനിക്കറിയാം ആ മിത്രയ്ക്ക് അവിടെ ഒരു സന്തോഷവും സമാധാനവും ഇല്ല. എല്ലാവരും കൂടി അവളെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുക. ആ ബാലനെയും ആരിനെയും പേടിച്ചിട്ടാ ഇന്നും അവള് എനിക്ക് വരാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞത്. വീണ്ടും ദേവമംഗലത്തുകാരുടെ മുന്നിൽ ഈ അച്യുതൻ തോറ്റുപോയി എന്ന് പറഞ്ഞ് വല്ലാത്തൊരവസ്ഥയിൽ സംസാരിക്കുക. അത്
കേൾക്കുന്ന ധർമ്മം പറയും, ഏട്ടൻ ഇത് എന്ത് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ അവിടെ അവരുടെ ഇടയിൽ താമസിച്ചുകൊണ്ടിരുന്ന ആളല്ലേ. ആര്യനും മിത്രയും തമ്മിൽ എത്ര സ്നേഹത്തിലാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അവർക്ക് പരസ്പരം അത്രയ്ക്ക് ഇഷ്ടമുണ്ട്. അത് മാത്രമല്ല, ആര്യനിപ്പം ട്രാവൽ ഏജൻസി തുടങ്ങാനായിട്ട് നോക്കുന്നുണ്ട്. അതിനുവേണ്ടി എല്ലാ പിന്തുണയും കൊടുത്ത് മിത്ര കൂടെ തന്നെ ഉണ്ട് എന്ന് പറയാം. അതൊക്കെ പുറമെ എല്ലാവരെയും കാണിക്കാനായിട്ടുള്ള അവരുടെ അഡ്ജസ്റ്റ്മെൻ്റ് അല്ലടാ. അല്ലാതെ ആര്യനോട് മിത്രയ്ക്ക് ഒരു സ്നേഹവും തിരിച്ച് ആര്യനും അവളോട് യാതൊരുവിധ സ്നേഹവും എല്ലാം ആ ബാലൻ്റെയും ആര്യനും പറയുന്നതനുസരിച്ച് മിത്ര ചെയ്യുന്നതാ എന്ന് പറയാം. ആനന്ദേട്ടനും നന്ദേടത്തെയും അതെല്ലാം വിശ്വസിച്ച് ഇപ്പം ദേവമംഗലത്തുള്ളവരെ അത്രയധികം സ്നേഹിക്കുക. ഇതൊന്നും അത്ര നല്ലതല്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എൻ്റെ മകൻ നാളെ ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ ആരും ഈ അച്യുതനെ ജീവനോടെ കാണില്ല എന്ന് വീണ്ടും പറയണം. അപ്പം ഇന്ദ്രമ്മ പറയും, മോനെ അച്യുത, നീ ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ എന്ന് പറയാം. പിന്നെ ഞാൻ എന്താ അമ്മേ പറയേണ്ടത്? എൻ്റെ മോൻ അവനില്ലാതെ ഞങ്ങൾക്ക് പറ്റില്ല. പെട്ടെന്ന് രാജശ്രീ അച്യുതൻ്റെ അടുത്തേക്ക് വരിക. അച്യുവേട്ടൻ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത് എന്ന് പറയണം. ഞാൻ പറയുന്നത് സത്യമല്ലേ രാജശ്രീ? നിനക്ക് അവനില്ലാതെ ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അത് കേൾക്കുന്ന രാജശ്രീയും പറയും, ഇല്ല, എൻ്റെ മോനില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറയണം. ഞങ്ങളുടെ രണ്ടുപേരുടെയും വേദന ഈ വീട്ടിൽ ആർക്കും ഇപ്പോൾ കാണുണ്ടല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അച്യുതനും രാജശ്രീയും അവരുടെ റൂമിലേക്ക് പോവാണ് കേട്ടോ. അപ്പം തൻ്റെ മകൻ്റെ വേദന കാണുന്ന ഇന്ദ്രാമ്മയ്ക്കും ഒരുപാട് സങ്കടം വരിക. എങ്ങനെയും ഗോമതിയോടൊന്ന് സംസാരിക്കണമെന്ന് തന്നെ തീരുമാനിക്കുക. അപ്പം ഇന്ദ്രാമ്മ നോക്കുമ്പം ഗോമതി ദേവമംഗലത്ത് വീടിൻ്റെ പുറത്ത് തന്നെ നിൽപ്പുണ്ട്. പെട്ടെന്ന് ഇന്ദ്രാമ്മ വേലിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഗോമതി എന്നും പറഞ്ഞ് വിളിക്കുക. അമ്മ വിളിക്കുന്ന കാണുമ്പം ഗോമതി അടുത്തേക്ക് ചെല്ലും. എന്താ അമ്മേ എന്ന് ചോദിക്കുക. ഞാൻ ബാലനോടൊരു കാര്യം പറഞ്ഞിരുന്നു, പക്ഷേ അവൻ ആ കാര്യം നിരസിക്കുകയുണ്ടായത്. നിന്നോട് അവൻ പറഞ്ഞായിരുന്നോ ഞാൻ അവനെ കാണാൻ ചെന്ന കാര്യം? ഇല്ലല്ലോ, ബാലേട്ടൻ എന്നോട് ഒന്നും പറഞ്ഞില്ല. അമ്മ എപ്പോഴാണ് ബാലേട്ടനെ കണ്ടത് എന്ന് ഗോമതി അപ്പം ചോദിക്കുകയാണ്. അത് ആദ്യത്തെ ദിവസം നിങ്ങൾ കേസിൻ്റെ കാര്യത്തിന് കോടതിയിലേക്ക് പോയില്ലേ, അന്ന് ബാലൻ രാവിലെ അമ്പലത്തിൽ വന്നിരുന്നു. അന്ന് ഞാൻ ബാലനെ അമ്പലത്തിൽ വെച്ചാണ് കണ്ടത് എന്ന് പറയാം. എനിക്കറിയാം മോളെ, ഞാൻ ബാലനോട് ചോദിച്ച കാര്യം ഒരച്ഛനും ക്ഷമിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ്. പക്ഷേ അലോക് എൻ്റെ കൊച്ചുമോനായി പോയില്ലേ, അവന് ശിക്ഷ കിട്ടി ജയിലിൽ കിടക്കുന്നതൊന്നും സഹിക്കാനുള്ള ശക്തി എൻ്റെ മനസ്സിനില്ല. അതുകൊണ്ടാണ് ബാലനോട് കേസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചത്. പക്ഷേ അവൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ഒരു മകളുടെ അച്ഛനാ അവൻ. സ്വന്തം മകൾക്ക് നീതി മേടിച്ചു കൊടുക്കാനേ ബാലൻ ആഗ്രഹിക്കുന്നുള്ളൂ. അവൻ്റെ സ്ഥാനത്ത് ഏതൊരച്ഛനാണെങ്കിലും ഒരു പക്ഷേ അതേ ചെയ്യത്തുള്ളൂ. അനുശ്രീ ഞാൻ കണ്ടില്ലെന്ന് നടിക്കുന്നതല്ല മോളെ. അലോക് അനുശ്രീയോട് ചെയ്തത് ഒരാളും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ, അതമ്മയ്ക്കറിയാം. പക്ഷേ അനുശ്രീയും അലോകും രണ്ടുപേരും എൻ്റെ കൊച്ചുമക്കളല്ലേ. അവരിൽ ആർക്ക് വേദനിച്ചാലും എനിക്ക് വേദനിക്കില്ലേ എന്ന് പറയാണ്. അവന് എന്തെങ്കിലും പറ്റി അവൻ ജയിലിലായി കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഞാൻ സഹിക്കുക? എൻ്റെ കൈകളിൽ കിടന്ന് വളർന്നു വന്നവനല്ലേ മോളെ അവൻ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അമ്മയുടെ സങ്കടം കാണുമ്പം ഗോമതിക്കും ഒരുപാട് സങ്കടം ആവുകയാണ്. അമ്മ ഇങ്ങനെ വേദനിക്കല്ലേ അമ്മേ, പിന്നെ ഞാൻ എന്താ മോളെ ചെയ്യേണ്ടത്? നാളെ കേസ് വിധി വരികയല്ലേ, എന്താകും? അവന് ജയിൽ ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. അതൊന്നും താങ്ങാനുള്ള മാനസിക കരുത്തൊന്നും എനിക്കില്ല മോളെ എന്ന് പറയാം. ഇനി എത്ര കാലം എനിക്ക് ആയുസ്സുണ്ടെന്ന് ആർക്കറിയാം? പക്ഷേ മരിക്കുന്നതിന് മുന്നേ എല്ലാവരും സ്നേഹത്തോടെ കഴിയുന്നത് കണ്ടിട്ട് മരിച്ച മതിയെന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. ഇപ്പം അലോക് ജയിലിലായാൽ ആ കുടുംബത്തിൻ്റെ താളം തെറ്റും, ആ കുടുംബം തന്നെ നശിച്ചു പോകും മോളെ എന്ന് പറഞ്ഞ് ഇന്ദ്രാമ്മ ഗോമതിയുടെ മുന്നിൽ നിന്ന് കരയാ. എനിക്കറിയാം മോൾക്ക് ബാലനോട് എതിർത്ത് സംസാരിക്കാൻ സാധിക്കില്ലെന്ന് പറയണേ. അത് കേൾക്കുമ്പോൾ ഗോമതി പറയും, അമ്മ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, ഞാൻ ബാലേട്ടനോടൊന്ന് സംസാരിച്ച് നോക്കാം എന്ന് പറയാം. വേണ്ട, നീ ബാലനെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അവൻ്റെ തീരുമാനത്തിനെതിരായിട്ട് പ്രവർത്തിക്കാനുള്ള കരുത്തൊന്നും എൻ്റെ മോൾക്കില്ല എന്നും എനിക്കറിയാം. അതുകൊണ്ട് അവനോട് വെറുതെ ഈ ചോദിച്ച് മോള് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറയാം. പക്ഷെ അലോക് അവൻ ജയിലിലായാൽ അത് സഹിക്കാൻ സാധിക്കില്ല എന്ന് ഇന്ദ്രമ്മ വീണ്ടും പറയാണ്. മോൾക്ക് മനസ്സിലാകുന്നുണ്ടോ എൻ്റെ വേദന എന്ന് ചോദിക്കാം. അപ്പം തൻ്റെ അമ്മയുടെ നെഞ്ചു പൊട്ടിയുള്ള സങ്കടം കാണുമ്പം ഗോമതിക്കും ഒരുപാട് സങ്കടം വരിക. ബാലേട്ടനോട് താൻ ഇക്കാര്യം ഒന്ന് സംസാരിക്കുക തന്നെ വേണം എന്ന ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ ഗോമതി. അപ്പം ഇന്ദ്രാമ്മയും ഗോമതിയും തമ്മിലുള്ള സംസാരം നമ്മുടെ അനുവും കേൾക്കുന്നുണ്ട്. അപ്പം അനുവിനെ അവർ രണ്ടുപേരും കാണുന്നില്ല. അനു ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. താൻ കേസ് പിൻവലിക്കുക തന്നെയാണ് നല്ലത് എന്നൊരു ചിന്ത അനുവിൻ്റെ മനസ്സിലേക്ക് കടന്നു വരിക. വ്യക്തിപരമായി തൻ്റെ അമ്മയ്ക്കോ മിത്രയിടത്തേക്കോ ഒന്നും ആ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ ഒരു താല്പര്യമില്ല. പിന്നെ താൻ എന്തിനു വേണ്ടിയാ ഇങ്ങനെ നടക്കുന്നത് എന്നൊക്കെ അനുവും ചിന്തിക്കും.
ചോദിക്കുകയാണ് കേട്ടോ. പക്ഷേ തൻ്റെ മനസ്സിലെ ചിന്തകളൊന്നും അനു ആരോടും പറയുന്നില്ല. ഇതേ സമയം പിറ്റേ ദിവസം നമ്മുടെ ഗോമതിയും അനുവും ബാലനും കൂടി കോടതിയിലേക്ക് പോവാം. ഇത്തവണയും കൂട്ടിന് ആരിനും വന്നിട്ടുണ്ട്. അപ്പം അനു ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന കാണുന്ന ബാലൻ പറയും, മോൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട, അന്നത്തെ പോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുക, മോളുടെ മൊഴിയിൽ ഉറച്ചു നിൽക്കുക, അത് മാത്രം ചെയ്താൽ മതി. ന്യായം നമ്മുടെ ഭാഗത്താ, നീതി എൻ്റെ മോൾക്ക് കിട്ടുക തന്നെ ചെയ്യും എന്ന് പറയാം. അപ്പം ആര്യൻ അനുവിനോട് പറയും, മോളെന്താ നെർവസ് ആയിട്ടിരിക്കുന്നത്, ടെൻഷനുണ്ടോ എന്ന് ചോദിക്കുക. ഇല്ല ആര്യൻ ചേട്ടാ, എനിക്ക് ഒരു ടെൻഷനും ഇല്ല എന്ന് എല്ലാവരും ചേട്ടാ, എനിക്ക് ഒരു ടെൻഷനും ഇല്ല എന്ന് അപ്പം അനു പറയാണേ. അപ്പോൾ ഗോമതിയൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുക. എന്താ ഗോമതി, നീ എന്താ, നിന്നോട് ഞാൻ വരണ്ടെന്ന് പറഞ്ഞതല്ലേ, ഈ കോടതി നടപടികളൊക്കെ കാണുമ്പം നിനക്ക് പെട്ടെന്ന് ടെൻഷനാകും, വെറുതെ നീ എന്തിനാ പിന്നെ വന്നത് എന്ന് ചോദിക്കുക. അതെന്താ ബാലേട്ട, എനിക്കൊരു പേടിയില്ല, എൻ്റെ മകളുടെ ഒരു കാര്യത്തിന് ഞാനില്ലാതെ എങ്ങനെ ശരിയാകും എന്ന് പറയാം. എന്നാൽ നിങ്ങളിവിടെ നിൽക്കുക, നമ്മുടെ വക്കീൽ വന്നിട്ടുണ്ടാകും, ഞാൻ അദ്ദേഹത്തെ പോയി വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് തിരിയാൻ തുടങ്ങുമ്പോഴത്തേക്കും ബാലേട്ട എന്നും പറഞ്ഞ് അവരുടെ വക്കീൽ അങ്ങോട്ട് വരിക. മോളെ അനു, പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ, മോള് സ്ട്രോങ് ആയിട്ട് നിൽക്കണം, നമ്മുടെ കേസ് സ്ട്രോങ് ആണെന്ന എനിക്ക് ചേംബറിൽ നിന്ന് കിട്ടിയ വിവരം, നമ്മൾ തന്നെ ജയിക്കുമെന്നാണ് നമുക്ക് വിവരം കിട്ടിയിരിക്കുന്നത്. അലോകിന് കുറഞ്ഞത് 7 വർഷമെങ്കിലും തടവ് ശിക്ഷ ലഭിക്കാതിരിക്കില്ല. പിന്നെ അവരുടെ വക്കീല് മെയിനായിട്ട് സ്ട്രോങ് ആക്കാൻ പോകുന്ന ഭാഗം രാത്രി മോൾ അലോകിൻ്റെ അടുത്തേക്ക് ഇറങ്ങി ചെന്നില്ലേ, അതിനെപ്പറ്റിയായിരിക്കും. സത്യങ്ങൾ കോടതി മുന്നാകെ മോള് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, അതിൽ തന്നെ ഉറച്ചു നിൽക്കുക. ആ വക്കീല് തിരിച്ചും മറിച്ചും ചോദിച്ചാലും മോള് സത്യത്തിൽ നിന്ന് അണുവിട മാറാൻ പാടില്ല, ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ അനു പറയും, ഉണ്ട് സാർ എന്ന് പറയണ. ഇതുപോലെ മിടുക്കിയായിട്ട് സ്ട്രോങ് ആയിട്ട് നിന്ന് സംസാരിച്ചാൽ മതി, കേസിൻ്റെ 1-2 കാര്യങ്ങൾ കൂടി ഞാൻ മോൾക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ആ വക്കീല് അനു സംസാരിക്കേണ്ട രീതിയും സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക. പെട്ടെന്ന് ഗോമതി ബാലനോട് പറയും, ബാലേട്ട ഒന്നിങ്ങ് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയാം. അപ്പം ബാലൻ എന്താ ഗോമതി എന്ന് ചോദിച്ച് ഗോമതിയെ വിളിച്ച് മാറ്റി നിർത്തി സംസാരിക്കുക. എന്താ നിനക്ക് സംസാരിക്കാനുള്ളത് എന്ന് ചോദിക്കുക. അത് പിന്നെ ബാലേട്ട, ഈ കേസും കൂട്ടുമൊക്കെ നമുക്ക് വേണോ, നീ എന്താ ഈ പറയുന്നത്, ഇന്ന് കേസിൻ്റെ വിധി വരും, 7 വർഷമെങ്കിലും അവന് കുറഞ്ഞത് ശിക്ഷ കിട്ടുമെന്നല്ലേ നമ്മുടെ വക്കീൽ പറഞ്ഞത്, അത് അമ്മയെന്ന് എന്നെ കാണാൻ വന്നിരുന്നു ബാലേട്ട എന്ന് പറയാം. ബാലേട്ടനോട് സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞു, പക്ഷേ ബാലേട്ടനെ അമ്മ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല, അലോക് അമ്മയുടെ കൊച്ചുമകനല്ലേ, അവന് ഇങ്ങനെ നശിച്ചു പോകുന്നത് കാണാൻ അമ്മയ്ക്ക് സാധിക്കുന്നില്ല, എൻ്റെ അമ്മയുടെ കണ്ണീര് കണ്ടിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറയാം. അത് കേൾക്കുന്ന ബാലൻ ചോദിക്കും, അപ്പം നിന്റെ മകളെ വേദനിച്ചതൊന്നും നിന്നെ ബാധിക്കുന്നില്ലേ ഗോമതി എന്ന് ചോദിക്കുക. അങ്ങനല്ല ബാലേട്ട, എൻ്റെ മോള് അലോക് കാരണം ഒരുപാട് വേദനിച്ചു, എനിക്കതറിയാം, പക്ഷേ അലോക് അവൻ 7 വർഷം തടവ് ശിക്ഷ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അവനിപ്പം നല്ല മാറ്റമുണ്ട്, ചെയ്ത തെറ്റിനെയൊക്കെ ഓർത്ത് കുറ്റബോധമുണ്ട്, അവനെന്ന് അനുമോളോട് സംസാരിച്ചത് ബാലേട്ടനും കേട്ടതല്ലേ, നീ അതൊക്കെ വിശ്വസിച്ചല്ലേ, അതൊക്കെ അവരുടെ വക്കീൽ പറഞ്ഞു കൊടുത്ത അടവുകളാ, സിമ്പതി പിടിച്ചു പറ്റാൻ എങ്ങനെയെങ്കിലും മറ്റുള്ളവരുടെ മനസ്സ് മാറ്റി കേസിൽ നിന്ന് ഊരിപ്പോരാനായിട്ട് ആ വക്കീൽ ഉപദേശിച്ചതാ, അതിൻ്റെ ഭാഗമായിട്ട് നടത്തിയ നാടകമാണ് ഇവിടെ അരങ്ങേറിയത്, നീ അല്ലാതെ ആരെങ്കിലും ഇതൊക്കെ വിശ്വസിക്കോ എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പോഴത്തേക്കും ഗോമതി പറയും, എനിക്കിതൊന്നും അറിയില്ല, പക്ഷേ എൻ്റെ അമ്മ വേദനിക്കുന്നത് എനിക്ക് കാണാൻ സാധിക്കില്ല, അലോകിന് ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ അമ്മ നെഞ്ചു പൊട്ടി മരിച്ചു പോകുമെന്ന എന്നോട് പറഞ്ഞത്, എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമോ, നമ്മുടെ മോള് കാരണം എൻ്റെ അമ്മ, അയ്യോ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് ഗോമതി പറയാ. നമ്മുടെ മോൾ ഇവിടെ എങ്ങനെയാ ഗോമതി തെറ്റുകാരിയാകുന്നത്, നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ, പറഞ്ഞ് അനുവിനെ നീ കുറ്റക്കാരിയാക്കൂലോ, അയ്യോ ബാലേട്ട ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചതല്ല, നമ്മുടെ മോള് ഈ കേസിൽ വന്ന് പെട്ടുപോയില്ലേ, അതുകൊണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എല്ലാവരും അവളെ കുറ്റപ്പെടുത്തില്ലേ, അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, അല്ലാതെ വേറൊന്നുമല്ല, എൻ്റെ അമ്മയ്ക്ക് വല്ലതും പറ്റിയാൽ പിന്നെ ഞാനും ജീവിച്ചിരിക്കില്ല, നീറി ഇഞ്ചിഞ്ചായിട്ട് ഞാനും മരിച്ചു പോകും ബാലേട്ട എന്ന് ഗോമതി പറയണ. എൻ്റെ അമ്മയുടെ കണ്ണുനീര് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല, ദയവ് ചെയ്ത് ഈ കേസുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണ്ട ബാലേട്ട എന്ന് പറയാം. അപ്പം ബാലൻ പറയും, ഇല്ല ഗോമതി, ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് മാറാൻ പോകുന്നില്ല, എൻ്റെ മകളോട് അവൻ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ അവന് ലഭിക്കുക തന്നെ വേണം, അതിന് ഏതറ്റം വരെയും ഈ ബാലൻ പോകും എന്ന് ബാലൻ തീർത്ത് പറയണം. ബാലേട്ട കേസ് പിൻവലിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ 7 വർഷം കഠിന തടവ് അതല്പം കൂടുതലല്ലേ, നമുക്ക് ജഡ്ജിയോട് ഒരു 1-2 മാസം ചെറിയൊരു ശിക്ഷ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞാലോ, അതാകുമ്പം അവൻ പെട്ടെന്ന് പുറത്തിറങ്ങുകയും ചെയ്യും, അവൻ ചെയ്തതിനുള്ള ശിക്ഷ കിട്ടുകയും ചെയ്തു എന്നായി എന്ന് പറയണം. അത് കേൾക്കുന്ന ബാലൻ പറയും, നീ ഇതെന്തറിഞ്ഞിട്ടാ ഗോമതി ഈ പറയുന്നത്, ഞാനല്ല ജഡ്ജി,
ജഡ്ജി. നമ്മുടെ പരാതി കേട്ടിട്ട് എന്ത് ശിക്ഷ കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നതേ ജഡ്ജിയാ, അല്ലാതെ ഞാനല്ല എന്ന് പറയാണ്. ബാലേട്ട, എനിക്കെന്തോ ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എൻ്റെ അമ്മ വേദനിക്കരുത്, എനിക്കത് മാത്രമേ ഉള്ളൂ എന്ന് പറയാം. അപ്പം സ്വന്തം മോള് വേദനിച്ചാലും നിനക്ക് അമ്മ വേദനിക്കുന്നതിലല്ലേ സങ്കടം എന്ന് ബാലൻ വീണ്ടും പറയാണ്. ഗോമതി, നീ ഒരു കാര്യം തുറന്ന് പറയുക, ഞാൻ ഒരിക്കലും ഈ കേസ് പിൻവലിക്കാൻ അനുമോളോട് പറയത്തില്ല. എനിക്കത് ശരിയായിട്ട് തോന്നുന്നുമില്ല. എൻ്റെ മോൾ അവിടെ കിടന്ന് അനുഭവിച്ചത് മുഴുവനും എന്ന് തീർത്ത് പറയാം. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത്. അപ്പോൾ